നക്ഷത്രചക്രത്തിലെ 19ാമത്തെ നക്ഷത്രമായ മൂലം എന്നും നിഗൂഢതകളും തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും നിറഞ്ഞ ഒന്നാണ്. കേതു അധിപനായ ധനുരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം വെറും ഒരു കലണ്ടർ മാറ്റം എന്നതിലുപരി ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാണ്. കത്തുന്ന വേനൽ ചൂടിനും വിഷുവിന്റെ ഐശ്വര്യത്തിനും ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണിത്. സാധാരണയായി മൂലം നക്ഷത്രക്കാർ പതറാത്ത മനസ്സും ആർജവവും ഉള്ളവരാണ്. ഏതു പ്രതിസന്ധിയിലും തളരാതെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ത്തി കരുത്തോടെ നിൽക്കുന്ന വൃക്ഷത്തെ പോലെയാണ് മൂലം നക്ഷത്രക്കാരുടെ സ്വഭാവം. എന്നാൽ 2026 ഏപ്രിൽ മാസം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കേവലം കഠിനാധ്വാനം മാത്രമല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും വിവേകപൂർണമായ തീരുമാനങ്ങളുമാണ്. വർഷത്തിന്റെ തുടക്കത്തിലെ മാസങ്ങൾ നൽകിയ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതം എങ്ങനെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിടാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയമാണിത്. ജ്യോതിഷപരമായ സൂചനകൾ പ്രകാരം ഈ ഏപ്രിൽ മാസം നിങ്ങൾക്കൊരു മിശ്രിത ബല കാലഘട്ടമാണ്. അതായത് ഒരു വശത്ത് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടി വരുമ്പോൾ മറുവശത്ത് ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയേക്കാം. കരിയറിലായാലും കുടുംബത്തിലായാലും ഒരു തരം ശുദ്ധീകരണ പ്രക്രിയ ഈ മാസം നടക്കാൻ സാധ്യതയുണ്ട്. പഴയതും ഉപയോഗശൂന്യമായതുമായ ചിന്താഗതികളെയും ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് കൂടുതൽ തെളിച്ചമുള്ള ഒരു ഭാവിയിലേക്ക് ചുവടുവെക്കാൻ പ്രകൃതി നിങ്ങളെ പ്രേരിപ്പിക്കുന്ന മാസമാണിത്. നമ്മളുടെ കേരളീയ സംസ്കാരത്തിൽ വിഷു എന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. 2026 വിഷുബലം മൂലം നക്ഷത്രക്കാർക്ക് നൽകുന്നത് പുതിയ പ്രതീക്ഷകളാണ്. വിഷുക്കണി കാണുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായ ഊർജ്ജം നിറയുകയും തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും വേഗത്തിലാവുകയും ചെയ്യും. എന്നാൽ ഈ മാസം നിങ്ങളുടെ സംസാരത്തിലും സാമ്പത്തിക ഇടപാടുകളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ അല്പം ക്ഷമശീലിക്കുന്നത് ഗുണകരമായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ വേനൽക്കാലത്തെ അസ്വസ്ഥതകൾ നിങ്ങളെ ബാധിച്ചേക്കാം. മനസ്സിന്റെ പിരിമുറുക്കം ശരീരത്തെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ജോലിസ്ഥലത്തോ സമൂഹത്തിലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ് വിനയത്തോടെ പെരുമാറുന്നത് ശത്രുദോഷങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ മൂലം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ വലിയൊരു പാരിതോഷികമോ ആകാം. അത് നിങ്ങൾ ഓരോ സാഹചര്യത്തെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഗ്രഹനിലകളെ കുറിച്ചുള്ള സങ്കീർണമായ അറിവുകളില്ലാതെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ മാസത്തെ നിങ്ങളുടെ കരിയർ, കുടുംബം, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങിയ മേഖലകളെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങളും ഈ പ്രവചനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൂലം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസത്തിൽ തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ശനിയുടെയും വേഴത്തിന്റെയും നിലവിലെ ഗോചര ബലങ്ങൾ അനുസരിച്ച് കരിയറിൽ ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ജോലിഭാരം വർദ്ധിക്കും. മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം മാനസികമായി തളർത്തിയേക്കാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം അധികൃതർ ശ്രദ്ധിക്കും. മാസത്തിന്റെ പകുതിയോടെ പുതിയ പ്രോജക്ടുകൾ ലഭിക്കാനോ നിലവിലുള്ള പ്രോജക്ടുകളിൽ വിജയം വരിക്കാനോ സാധ്യതയുണ്ട്. ഏറെക്കാലമായി കാത്തിരിക്കുന്ന സ്ഥലമാറ്റത്തിന് ഈ മാസം അനുകൂലമാണ്. എന്നാൽ സ്ഥാനക്കയറ്റത്തിന്റെ കാര്യത്തിൽ അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ജോലി തേടുന്ന മൂലം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ നല്ല അവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം സാമാന്യം നല്ലതാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതമായ ഫലങ്ങളാണ് ഈ മാസം പ്രതീക്ഷിക്കേണ്ടത്. വരുമാനത്തിൽ വർധനവ് ഉണ്ടാവുമെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളുടെ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം. ശമ്പളത്തിന് പുറമെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് പണം വരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് ആശ്വാസകരമാകും. കുടുംബത്തിലെ ചടങ്ങുകൾക്കോ വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വേണ്ടി വലിയൊരു തുക ചെലവാക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നത് ഈ മാസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. ഓഹരി വിപണിയിലോ ലോട്ടറിയിലോ പണം നിക്ഷേപിക്കുന്നത് ഈ മാസം അത്ര ശുഭകരമല്ല. വസ്തുവോ ഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നതോ വലിയ തുക കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കണം. പണം തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും. ദമ്പതികൾക്കിടയിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാം. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധം വഷളാകാതിരിക്കാൻ സഹായിക്കും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. മാസാവസാനത്തോടെ ദാമ്പത്യത്തിൽ കൂടുതൽ അടുപ്പവും സ്നേഹവും അനുഭവപ്പെടും. പ്രണയിതാക്കൾക്ക് ഈ മാസം പരീക്ഷണങ്ങളുടേതാണ്. തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
തുറന്ന സംസാരം അത്യാവശ്യമാണ്. വിവാഹാലോചനകളിൽ തീരുമാനമാകാൻ അല്പം കൂടി സമയമെടുക്കും. മക്കളുടെ പഠനത്തിലോ പെരുമാറ്റത്തിലോ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. കുടുംബത്തിലെ മുതിർന്നവരുമായുള്ള ബന്ധം ദൃഢമാകും. പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. നട്ടെല്ലിനു സന്ധികൾക്കോ വേദന അനുഭവപ്പെടുന്നവർ വൈദ്യസഹായം തേടാൻ മടിക്കരുത്. അനാവശ്യ ചിന്തകൾ മനസ്സിനെ അസ്വസ്ഥമാക്കിയേക്കാം. ഏപ്രിൽ മാസത്തിലെ കരിയർ സമ്മർദ്ദം മൂലം ഉറക്കമില്ലായ്മ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മാനസിക സമാധാനത്തിന് സഹായിക്കും. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. 2026 ഏപ്രിൽ മാസം പകുതിയോടെ വരുന്ന വിഷു മൂലം നക്ഷത്രക്കാർക്ക് ഒരു പുതിയ ഉണർവ് നൽകും. ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളിലും വിഷുവിന് ശേഷം വേഗത്തിലാകും. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന മൂലം നക്ഷത്രക്കാർക്ക് മികച്ച വിളവെടുപ്പും ലാഭവും ഈ വർഷം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിഷുവിന് ശേഷമുള്ള സമയം ഉത്തമമാണ്. നിങ്ങളുടെ സംസാരം മറ്റുള്ളവരെ മുറിപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഔദ്യോഗിക ചർച്ചകളിൽ. പുതിയ ബിസിനസ് കരാറുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ധൃതിപ്പെട്ട് ഒപ്പിടരുത്. കൂടെ നിൽക്കുന്നവർ തന്നെ നിങ്ങളെ തളർത്താൻ ശ്രമിച്ചേക്കാം. രഹസ്യങ്ങൾ എല്ലാവരോടും പങ്കുവെക്കാതിരിക്കുക. ജോലിയിൽ അലസത കാണിക്കുന്നത് മേലധികാരികളുടെ അതൃപ്തിക്ക് കാരണമാകും. മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങൾ മാറാൻ സഹായിക്കും. മൂലം നക്ഷത്രത്തിന്റെ അധിപൻ കേതു ആയതിനാൽ കേതുവിന് പ്രത്യേക പൂജകളോ മന്ത്രജപങ്ങളോ നടത്തുക. ഗണപതി ഭജനം കേതു ദോഷത്തിന് ഉത്തമമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് നടത്തുന്നതും ശനി ചാലിസ് ജപിക്കുന്നതും ഗുണകരമാണ്. ശനിയാഴ്ചകളിൽ പാവപ്പെട്ടവർക്കോ ഭിക്ഷാടകർക്കോ ഭക്ഷണം നൽകുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ദിവസവും ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ആവശ്യമായ സമയമാണിത്. മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ ഏകാഗ്രതയോടെയുള്ള പഠനം ആവശ്യമാണ്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാം. കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പുതിയ വേദികൾ ലഭിക്കും. അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തേടിവരാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥയാത്രകൾ നടത്താൻ അവസരമുണ്ടാകും. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം ലഭിക്കുന്നത് ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകും. 2026 ഏപ്രിൽ മാസം മൂലം നക്ഷത്രക്കാർക്ക് പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ നിറഞ്ഞതാണ്. എങ്കിലും ധൈര്യവും ക്ഷമയും കൈവിടാതെ മുന്നോട്ട് പോയാൽ വിജയം നിങ്ങളുടേതായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വവും ആരോഗ്യ കാര്യങ്ങളിൽ ജാഗ്രതയും പാലിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതം ഒരു നക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നില്ല. ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ നല്ലതും ചീത്തയുമായ ബലങ്ങളുണ്ട്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്വേഷണ തൃഷ്ണ, സത്യസന്ധത, ധൈര്യം, ആത്മീയത, നേതൃത്വ ഗുണം തുടങ്ങി നിരവധി നല്ല ഗുണങ്ങളുണ്ട്. അതേസമയം സ്ഥിരതയില്ലായ്മ, ക്ഷമയില്ലായ്മ, ഒറ്റപ്പെടൽ, അമിത കോപം തുടങ്ങിയ ചില വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. ഈ വെല്ലുവിളികളെ മനസ്സിലാക്കി ശരിയായ ദോഷപരിഹാരങ്ങൾ ചെയ്യുകയും ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂലം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാനും കുടുംബത്തിന് അഭിമാനമായി മാറാനും സാധിക്കും. വ്യാഴത്തിന്റെ നല്ല സ്വാധീനം വ്യക്തിയെ ഉന്നത ചിന്താഗതിയുള്ളവരും സമൂഹത്തിൽ അംഗീകാരം നേടുന്നവരുമാക്കി മാറ്റുന്നു. കേതുവും വ്യാഴവും ചേർന്നുള്ള ഈ സ്വാധീനം മൂലം നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വം നൽകുന്നു. വിഷുവിന് ശേഷമുള്ള കാലം കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകും. ഈശ്വര വിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടി ഈ മാസത്തെ വരവേൽക്കുക.